ഒരു കുഗ്രാമത്തിലേക്ക് കല്യാണം കൂടാൻ വന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കാട്ടുകോഴിയുമായിരുന്ന പ്രഭു അടുത്ത വീട്ടിലെ സുന്ദരി എന്ന സുന്ദരിയെ കണ്ട് ക്രഷടിക്കുന്നു. കല്യാണ വീട്ടുകാരെയും കൂട്ടി കല്യാണം ആലോചിക്കാൻ പോയി. പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പ്രഭു അവളെ സിറ്റിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ഗ്രാമത്തിൽ വളർന്ന സുന്ദരിക്ക് നഗരജീവിതവും പ്രഭുവിന്റെ സുഹൃത്തുക്കളും ഒട്ടും സുഖകരമാകുന്നില്ല. അവന്റെ കൂട്ടുകാർ അവളെ നോക്കി വെറുപ്പിച്ചിരുന്നു. അത് അവൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഒരു ദിവസം പ്രഭുവിന്റെ ഓഫീസിലെ ആളുകൾ വീട്ടിൽ പാർട്ടിക്ക് എത്തുന്നു. നോക്കി ഗർഭമുണ്ടാക്കുന്ന ജാതിയായിരുന്നു അവരുടെ HR. അയാൾ സുന്ദരിയോട് മോശമായി പെരുമാറുകയും അതിനെതിരെ നിന്ന് പ്രഭുവിന്റെ ജോലി നഷ്ടമാവുകയും ചെയ്യുന്നു. അതോടെ അവരുടെ ജീവിതം മുഴുവൻ മാറാൻ തുടങ്ങുന്നു. പ്രഭു മദ്യപാനത്തിലും ദേഷ്യത്തിൽ വീട്ടിലെ സൂചി മുതൽ ഫർണിച്ചർ വരെ വിറ്റ് ജീവിക്കാൻ തുടങ്ങുന്നു. ജോലി കിട്ടാതെ വന്നതോടെ അവന്റെ ജീവിതം നശിക്കാൻ കാരണം ഭാര്യയുടെ ജാതകമാണെന്ന് ഒരു ജ്യോത്സ്യൻ പറയുന്നത് അവൻ വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ സുന്ദരിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. അവസാനം ഒരു ജ്യോത്സ്യനെ കാണാൻ പോയ സുന്ദരി ഭർത്താവിന്റെ പ്രശ്നങ്ങൾ മാറാൻ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെടണമെന്ന ഭീകര ഉപദേശം കേൾക്കുന്നു. ഭർത്താവിനെ രക്ഷിക്കണമെന്ന ആഗ്രഹത്തിൽ അവൾ അതിനും തയ്യാറാകുന്നു. പക്ഷേ അതെല്ലാം ഒരു നാടകത്തിന്റെ ഭാഗമാണെന്ന് അവൾ മനസ്സിലാക്കുന്നു. വീട്ടിലെത്തിയപ്പോൾ അവളെ കാത്തിരുന്നത് അതിലും വലിയ സത്യമായിരുന്നു. പ്രഭു തന്നെയായിരുന്നു ഈ മുഴുവൻ പ്ലാനിനു പിന്നിൽ. ജോലി പോയതും ജ്യോത്സ്യനും എല്ലാം കള്ളം. സ്വന്തം ഓഫീസിലെ HR വേണ്ടി പണത്തിനും ലാഭത്തിനും വേണ്ടി സ്വന്തം ഭാര്യയെ വരെ വിൽക്കാൻ അവൻ തയ്യാറായിരുന്നു. അവൾ സ്നേഹിച്ച പ്രഭു അവളെ വിൽക്കാൻ ശ്രമിച്ചെന്ന് മനസ്സിലായ സുന്ദരി നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ബാൽക്കണിയിൽ നിന്നിരുന്ന പ്രഭുവിനെ അവൾ താഴേക്ക് തള്ളിയിടുന്നു. അവിടെ വെച്ചു തന്നെ അവന്റെ ജീവിതം അവസാനിക്കുന്നു. പിന്നീട് എല്ലാവരും അത് ആത്മഹത്യയാണെന്ന് കരുതുന്നു. എന്നാൽ സുന്ദരിയുടെ മനസ്സിൽ അവസാനിച്ചിരുന്നത് ഒരു വിവാഹം മാത്രമല്ല, വിശ്വാസം കൂടിയായിരുന്നു.